മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന വയനാട് കള്ളാടിയിൽ നിന്നും ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. മൃതദേഹം കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടേതാണെന്ന് സ്ഥിരീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് മന്ത്രി ടി സിദ്ദിഖ്. അല്പസമയത്തിന് ശേഷം മന്ത്രി പോസ്റ്റ് പിൻവലിച്ചു. കണ്ടെത്തിയ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന വേണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വാർത്തകളുടെ വിശദാംശവുമായി കള്ളാടിയിലെ പരിശോധന നടക്കുന്ന സ്ഥലത്തു നിന്നും ലിൻഡോ തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിൻഡോ, നേരത്തെ നമുക്കറിയാം ഈ മൃതദേഹം കിട്ടാനുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രി പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പരിശോധനയ്ക്കായി ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, ലിൻഡോ? ഗൗതം, അല്പസമയം മുമ്പാണ് ഈ മൃതദേഹം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തിൽ നിന്നും എസ്കലേറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ആരുടേതാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ മന്ത്രി ടി സിദ്ദിഖ് അല്പസമയം മുമ്പ് ഈ ഫേസ്ബുക്കിൽ പ്രധാനമായും 8 പേരെയാണ് ഇവിടെ കാണാതായി ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേരുടെയും മൃതദേഹം കിട്ടിയിരുന്നു. ഇതിൽ 8ാമത്തെ മൃതദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള വിക്രം റാണയുടെ ആണ് കാണാതായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തെരച്ചിലിനിടയിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം മീനാക്ഷി പാലത്തിന് വലതുവശത്ത് സമീപം 350 മീറ്റർ അകലെയുള്ള ഏലത്തോട്ടത്തിലെ ഒരു കുളത്തിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഇത് ഔദ്യോഗികമായി ഇത് വിക്രം റാണയുടേത് തന്നെ എന്ന ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബന്ധുക്കൾ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടു, ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത നിമിഷത്തിലാണ് ഇപ്പോൾ ഈ മൃതദേഹം ഈ ബന്ധുക്കൾ കാണുന്നത്. ബന്ധുക്കൾ കണ്ട് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരിച്ച അതനുസരിച്ച് 8 പേരാണ് ഈ ദുരന്തത്തിൽ കാണാതായതായി സർക്കാർ പറയുന്നത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണ അതിനിടയിൽ ഒന്ന് ഇടപെടുകയാണ്. അതായത് നിലവിൽ 8 പേരെയാണ് കാണാതായിരുന്നത്. ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കിട്ടിയിരുന്നു. ആ മൃതദേഹം ആരുടേതാണെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ബന്ധുക്കൾ ആ മൃതദേഹം തിരിച്ചറിഞ്ഞു. അത് വിക്രം റാണയുടേതാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ആരെയും കണ്ടെത്താനില്ല എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? ബന്ധുക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കതിലൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും ഗൗതം, ഈ മൃതദേഹം ആദ്യം കണ്ടെടുക്കുന്നത് ഈ ഒരു ഏലത്തോട്ടത്തിൽ, അഥവാ മീനാക്ഷി പാലത്തിന് 150 മീറ്റർ അകലെയുള്ള ഒരു ഏലത്തോട്ടത്തിലെ ഒരു കുളത്തിൽ നിന്നായിരുന്നു ഈ മൃതദേഹം കണ്ടെടുത്തത്. ഈ മൃതദേഹം കണ്ടെടുത്തു എന്നുള്ള സ്ഥിരീകരണമല്ലാതെ ഇത് വിക്രം റാണയുടേത് തന്നെയാണെന്ന് ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അല്പസമയം മുമ്പാണ് ഈ മൃതദേഹം ഈ കുളത്തിൽ നിന്നും എസ്കലേറ്റ് ചെയ്ത് പുറത്തെടുത്തതിന് ശേഷം ബന്ധുക്കളെ കാണിച്ചത്. വളരെ കുറച്ച് സമയത്തിന് മുമ്പ് തന്നെ ഈ ബന്ധുക്കൾ ഈ മൃതദേഹം കാണുകയും ഇപ്പോൾ വരുന്നത് ഈ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞുവെന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മാനേജറായിട്ടുള്ള ഹിമാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള വിക്രം റാണയുടേത് തന്നെയാണ് ഈ മൃതദേഹം എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മൃതദേഹം അല്പസമയം മുമ്പ് ഇത് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. ഗൗതം.